ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 മാർച്ച് 29 ശനിയാഴ്ച രാത്രി 9:38 ശനി അതിൻ്റെ മൂലത്രികോണ രാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനം രാശിയിലേക്ക് സംക്രമിച്ചു കഴിഞ്ഞു. ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി. പതുക്കെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ശനിക്ക് മന്ദൻ എന്ന പേരുകൂടി വന്നത്. 30 ഡിഗ്രി വീതമുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളുള്ള രാശിചക്രത്തിലെ 360 ഡിഗ്രി സഞ്ചരിക്കാൻ ശനിക്ക് 30 വർഷം വേണം, അഥവാ 360 മാസം വേണം. ഓരോ ഡിഗ്രിയും കടക്കാൻ ശനിക്ക് വേണ്ടത് 1 മാസക്കാലമാണ്. ശനിക്ക് 30 ഡിഗ്രി വീതമുള്ള ഓരോ രാശിയും കടക്കാൻ 30 മാസം അഥവാ 2.5 വർഷം വേണം എന്ന് സാരം. 12 രാശികളും കടക്കുമ്പോൾ 30 വർഷം വേണ്ടിവരും. അതായത് 30 വർഷം കൂടിയാണ് ശനി ഇപ്പോൾ മീനം രാശിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഇനി 2027 പകുതി വരെ ശനി മീനം രാശിയിൽ തുടരുന്നതാണ്. മനുഷ്യജീവിതത്തിൽ വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഗ്രഹമാണ് ശനി. ശനിയുടെ ഓരോ രാശിയിലെയും സഞ്ചാരം കുടില് തൊട്ട് കൊട്ടാരം വരെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുള്ളവർക്കും വളരെ പ്രധാനമാണ്. പുരാണങ്ങളിൽ ദേവീദേവന്മാരെയും ഇതിഹാസങ്ങളിലെ പല കഥാപാത്രങ്ങളെയും ശനി നിയന്ത്രിക്കുന്ന കാര്യം വിവരിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന് സ്യമന്തകം കട്ടവൻ എന്ന ദുഷ്പേരുണ്ടായതും മഹാദേവന് ഭിക്ഷാടനം നടത്തേണ്ടി വന്നതും ശ്രീരാമന് വനവാസത്തിന് പോകേണ്ടി വന്നതും യുധിഷ്ഠിരന് ചൂതുകളിയിൽ സകലതും നഷ്ടമായതും ഒക്കെ ശനിയുടെ ഓരോ ലീലകളാണെന്ന് ശനി മാഹാത്മ്യ കഥകളിൽ വിവരിക്കുന്നുണ്ട്. ഈ 30 വർഷത്തിൽ മറ്റ് എല്ലാ പാപഗ്രഹങ്ങളും പോലെ ശനിയും 3, 6, 11 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് കൂടുതൽ ഗുണദാതാവാകുന്നത്. ശനി 12, 1, 2 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലം ഏഴര ശനി കാലം ആണ്. അതിൽ ഓരോ ഭാവത്തിലും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് വന്നു ചേരുന്നത്. 4, 7, 10 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന 1.5 വർഷം കണ്ടകശനിയാണ്. ഇതിൽ ഓരോ കണ്ടകശനി കാലത്തും അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. 8ാം ഭാവത്തിലെ അഷ്ടമശനിയും മറ്റൊരു തരത്തിലുള്ള അനുഭവം സമ്മാനിക്കുന്നു. 5ഉം 9ഉം ഭാവങ്ങളിലെ സഞ്ചാരവും അത്ര അനുകൂലം ആയിരിക്കില്ല. ശനി പൂർണ്ണമായും ദോഷം മാത്രം സമ്മാനിച്ച് കടന്നു പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു ദോഷം ഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗുണം നൽകിയേ ശനി മടങ്ങുകയുള്ളൂ. ജാതകത്തിൽ ശനി കരുത്തോടെ അനുകൂല ഭാവത്തിലാണെങ്കിൽ പലവിധ ഗുണാനുഭവങ്ങൾ സമ്മാനിക്കും എന്ന് മാത്രമല്ല, ചൂതുകളിയുടെ ദേവൻ കൂടിയായ ശനി അനുകൂല ഭാവത്തിലാണെങ്കിൽ മത്സരങ്ങളിലും ഊഹക്കച്ചവടത്തിലും ഭാഗ്യക്കുറിയിലും നേട്ടങ്ങൾ സമ്മാനിക്കും. 2025 മാർച്ച് 19 നടന്ന ശനിയുടെ രാശിമാറ്റത്തോടെ ശനി നൽകുന്ന രാജയോഗവും സമ്പൽ സമൃദ്ധിയും സാമ്പത്തിക നേട്ടവും ആരെയൊക്കെ കാത്തിരിക്കുന്നു എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവർക്ക് ഇനിയുള്ള 2.5 വർഷം ശനി എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിക്കുന്നു. ശനിമാറ്റം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജനിച്ച കൂറിൻ്റെ 12ാം ഭാവത്തിൽ ശനി പ്രവേശിച്ചതിനാൽ 7.5 ശനിക്ക് തുടക്കമായി. മീനം, മേടം, ഇടവം എന്നീ രാശികളിൽ ഓരോ രാശിയിലും ക്രമത്തിൽ 2.5 വർഷം വീതം ശനി സഞ്ചരിക്കുന്ന 7.5 വർഷക്കാലത്തെ 7.5 ശനിക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. 12ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ജന്മനാട്ടിൽ നിന്നും അകലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. ഇതിന് തൊഴിൽപരമോ വിദ്യാഭ്യാസപരമോ ആയ കാരണങ്ങൾ വന്നെത്താം. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം വന്നെത്തും. വലിയ മുതൽ മുടക്കിയുള്ള കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ ലാഭം കിട്ടാൻ കാലതാമസം ഉണ്ടാകും. ഗ്രഹനിർമ്മാണം തുടങ്ങുന്നത് ഉചിതമാകും.
അമിത വ്യയത്തിനും സാധ്യതയുണ്ട്. നല്ല കാര്യങ്ങൾക്കായി ഇത് പ്രയോജനപ്പെടുത്താം എന്നത് ഇതിൻ്റെ ഒരു ഗുണമാണ്. ജീവിതശൈലി രോഗങ്ങൾ അലട്ടിയേക്കും. ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്തുക എന്നതും ക്ലേശകരമാകും. ക്ഷമയും സഹനവുമാണ് ഏറ്റവും നല്ല പ്രതിരോധം. ചടുലതയുള്ള പ്രവർത്തനശൈലി മന്ദഗതിയിൽ ആയേക്കും. യുവജനങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ കഴിയും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭരണി മേടക്കൂറിൽ വരുന്ന നക്ഷത്രമായതിനാൽ ശനി മീനൻ രാശിയിൽ പ്രവേശിച്ചതോടെ ഏഴര ശനി കാലത്തിന് തുടക്കമായി. 30 വയസ്സിൽ താഴെയുള്ളവർക്ക് ആദ്യത്തെയും 60 വയസ്സിൽ താഴെയുള്ളവർക്ക് രണ്ടാമത്തെയും 90 വയസ്സിൽ താഴെയുള്ളവർക്ക് മൂന്നാമത്തെയും ഏഴര ശനി കാലം ആണ്. എവിടെയാണോ ജീവിതം കരുപ്പിടിപ്പിക്കുന്നത് അവിടെ നിന്നും സ്ഥിരമായോ താൽക്കാലികമായോ മാറി നിൽക്കേണ്ടി വരും. പണം നിക്ഷേപിക്കുന്നത് കരുതലോടെയല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാൻ ഇടയുണ്ട്. ബന്ധങ്ങളുടെ സ്നേഹോഷ്മളതയ്ക്ക് ഭംഗം ഉണ്ടാകും. പാദരോഗങ്ങൾ, വാദം, പ്രായത്തിൻ്റേതായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കടബാധ്യതകൾ ഉണ്ടായേക്കാം. ന്യായമായ കാര്യങ്ങൾക്ക് പോലും ചെലവ് വർദ്ധിക്കുന്നതാണ്. ചില കൂട്ടുകെട്ടുകൾ നിമിത്തം അമളി പറ്റാം. അലച്ചിലിനും സാധ്യതയുണ്ട്. പുതിയ വീട് വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യാവുന്നതാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടക്കൂറുകാർക്ക് ഏഴര ശനി കാലം തുടങ്ങിയപ്പോൾ ഇടവക്കൂറുകാർക്ക് ശനി 11ാം ഭാവത്തിൽ ആണ്. മേടക്കൂറിൽ ജനിച്ചവർ പഠനം, ജോലി ഇവയ്ക്കായി അന്യദേശത്തോ വിദേശത്തോ പോകുവാൻ അവസരം ഉണ്ടാകും. സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അനുകൂലമല്ലാത്ത ജോലി സമയം, പ്രൊമോഷന് തടസ്സം, വേതന വർധനവ് ഉണ്ടാകാതിരിക്കുക എന്നിവ സാധ്യതകളാണ്. തൊഴിലിൽ അലച്ചിൽ വർദ്ധിക്കുന്നതിന് സാഹചര്യം ഉണ്ടാകും. സ്വന്തം ബിസിനസ്സിനോട് താൽപ്പര്യം കുറയുന്നതാണ്. ഇടവക്കൂറുകാർക്ക് അത്യന്തം ഗുണകരമാണ്. ആദായമാർഗം വിപുലീകരിക്കുവാൻ കഴിയുന്നതാണ്. പദവിയിലും ഉയർച്ചയുണ്ടാകും. സാമൂഹ്യമായ അംഗീകാരം കൂടും. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉന്നതിയിലെത്തും. അവിവാഹിതർക്ക് വിവാഹ സാഫല്യം പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടുതൽ പ്രതിഫലമുള്ള ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ്. ചൂതുകളിലും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി 11ാം ഭാവത്തിലാണ്. തിരസ്കരിക്കപ്പെട്ട ഇടങ്ങളിൽ മികച്ച സ്വീകാര്യത ലഭിക്കും. മുടങ്ങിപ്പോയ കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയും. സമുന്നതമായ പദവികൾ അനായാസം കൈവരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറുവാനും പ്രശസ്ത വിജയം കൈവരിക്കുവാനും സാധിക്കും. തൊഴിൽ രഹിതർക്ക് കഴിവിലധികമായ ജോലി ലഭിച്ചേക്കും. ഉദ്യോഗസ്ഥർക്ക് ഉയർച്ചയുടെ കാലമാണ്. മത്സരങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും അസൂയാർഹമായ വിധം വിജയം നേടും. അവിവാഹിതർക്ക് കുടുംബജീവിതത്തിൽ പ്രവേശിക്കാൻ സന്ദർഭം ഒരുങ്ങുന്നതാണ്. പൈതൃക സ്വത്ത് കൈവശം വന്നുചേരും. വ്യവഹാരത്തിൽ അനുകൂല വിധി നേടുവാൻ കഴിയും. രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ചികിത്സ കൊണ്ട് ഫലം ലഭിക്കും. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി കയറി താമസിക്കാൻ സാധിക്കുന്നതാണ്. കടബാധ്യതകൾ ഒട്ടൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞേക്കും. ചിട്ടി, ലോട്ടറി, ഇൻഷുറൻസ് മേഖലയിൽ നിന്നും നേട്ടമുണ്ടാകും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇടവക്കൂറുകാർക്ക് ജീവിതം പുഷ്ടിപ്പെടുന്ന കാലമാണ്. ശനി 11ാം ഭാവത്തിൽ ആയതിനാൽ കർമ്മഗുണം ഉണ്ടാകും. ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഉയർന്ന പ്രതിഫലം ലഭിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് പദവിയിൽ കയറ്റം, വേതന വർധനവ് എന്നിവ ഉണ്ടാകും. മത്സരാധിഷ്ഠിത കരാറുകളിൽ വിജയിക്കും. പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി വന്നെത്തും. കുട്ടികൾക്ക് ശ്രേയസ് ഭവിക്കുന്നതാണ്. പൊതുവെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ്. ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റിംഗ്, ലോട്ടറി എന്നിവയിലൂടെ ധനാഗമം ഉണ്ടാകും. മിഥുനക്കൂറുകാർക്ക് 10ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ കണ്ടകശനിക്ക് തുടക്കമായി. മുഖ്യമായും കർമ്മത്തെ ബാധിച്ചേക്കാം. തൊഴിൽ മേഖലയിൽ സമ്മർദ്ദങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രൊമോഷൻ, വേതന വർധനവ് എന്നിവയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്.
നിലവിലെ തൊഴിൽ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയത് തേടുന്നത് ഗുണകരമാകില്ല. വിദേശത്ത് ജോലി ലഭിച്ചേക്കും. വലിയ മുതൽ മുടക്കിയുള്ള ബിസിനസ്സിന് സമയം അനുകൂലമല്ല. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 10ാം ഭാവത്തിൽ ശനി പ്രവേശിച്ചതിനാൽ കണ്ടകശനികാലം ആരംഭിച്ചിരിക്കുകയാണ്. ചെറുതും വലുതുമായ തൊഴിലുകൾ, സ്വയം തൊഴിൽ മേഖല എന്നിവയിലെല്ലാം ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുന്നതാണ്. സർക്കാർ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ മേഖല അത്ര സുഖകരമായിരിക്കില്ല. നിലവിലെ സ്ഥിതി തുടരുകയാവും അഭികാമ്യം. നവീകരണങ്ങൾ കൊണ്ട് പ്രതീക്ഷിച്ച നേട്ടം വന്നേക്കില്ല. രാഷ്ട്രീയ പ്രവർത്തകർ എതിർപ്പുകളെ നേരിടുന്നതാണ്. 4ാം ഭാവത്തിലേക്ക് ശനിക്ക് ദൃഷ്ടി വരുന്നതിനാൽ ഗാർഹിക ജീവിതത്തിൽ സ്വൈര്യക്കേടുകൾ അനുഭവപ്പെടും. വാഹന ഉപയോഗത്തിൽ ശ്രദ്ധ ഉണ്ടാവണം. ബന്ധുക്കളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ വാക്കും കർമ്മവും സംശുദ്ധമായിരിക്കുവാൻ കരുതൽ വേണം. ഇടയ്ക്കിടെ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് ചാഞ്ചല്യം വരാം. രാഷ്ട്രീയ വിരോധികൾ കരുത്താർജിക്കും. ബിസിനസ്സുകാർക്ക് ലാഭം കുറയുന്നതാണ്. ലക്ഷ്യത്തിലെത്താൻ കൂടുതൽ ഊർജം ചെലവാകും. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിഥുനക്കൂറുകാർക്ക് ശനി 10ാം ഭാവത്തിൽ ആയതിനാൽ കണ്ടകശനികാലം ആണ്. കർമ്മരംഗത്ത് സ്ഥാനചലനം, സഹപ്രവർത്തകരുടെ നിസ്സഹകരണം, ചതി എന്നിവ ഉണ്ടാകാം. തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ ഒരു ബാധ്യതയായി മാറും. അനുകൂലമല്ലാത്ത ഇടത്തേക്ക് സ്ഥലമാറ്റം ഉണ്ടാകാം. സഹപ്രവർത്തകരുമായോ മേലധികാരികളുമായോ ഒത്തുചേരാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കും. ബിസിനസ് നടത്തുന്നവർക്ക് വ്യാപാരമാന്ദ്യം അനുഭവപ്പെടും. കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്താൻ കഴിയാതെ വിഷമിക്കുന്നതാണ്. സംഘടനാ പ്രവർത്തനം മനഃശാന്തി നഷ്ടപ്പെടാൻ കാരണമായേക്കും. കർക്കിടക കൂറുകാർക്ക് ശനി 9ാം ഭാവത്തിലാണ്. ഭാഗ്യത്തിന് ഹാനി സംഭവിക്കും. ചുണ്ടിനും കപ്പിനുമിടയിൽ നേട്ടങ്ങൾ കൈവിട്ടു പോകും. പിതാവ്, ഗുരുജനങ്ങൾ, പേരക്കുട്ടികൾ എന്നിവർക്ക് 9ലെ ശനി ഗുണകരമല്ല. ഈശ്വര ഉപാസനകൾ തടസ്സപ്പെടാൻ ഇടയുണ്ട്. കഴിഞ്ഞ 2.5 വർഷമായി അനുഭവിച്ചിരുന്ന അഷ്ടമശനിയുടെ കഷ്ടതകൾക്ക് കുറേയൊക്കെ ആശ്വാസമാകും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി 9ാം ഭാവത്തിലാണ്. അഷ്ടമശനി കഴിഞ്ഞത് കുറേയൊക്കെ ആശ്വാസമാകും. ദോഷം ഭവിക്കുക എന്നതിനേക്കാൾ ഗുണത്തെ അപഹരിക്കുക എന്നതാണ് 9ാം ഭാവത്തിലെ ശനിയുടെ പ്രവർത്തനം സംഭവിക്കുന്നത്. ദൈവാധീനം കുറയുന്നതായി തോന്നും. ഏകാന്തത അനുഭവപ്പെടും. കുടുംബ പ്രാരാബ്ദം ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വന്നേക്കും. ധാർമ്മിക പ്രവർത്തനങ്ങൾ മുടങ്ങുവാൻ ഇടയുണ്ട്. ദൈവിക സമർപ്പണങ്ങൾ നീണ്ടുപോകും. ചില കാഴ്ചപ്പാടുകൾക്ക് നിർബന്ധപൂർവം പ്രത്യുപകാരം ചെയ്യേണ്ടി വരും. സഹായിക്കാമെന്ന് വാക്കുതന്നവർ സമയമാകുമ്പോൾ പിന്മാറാൻ ഇടയുണ്ട്. മംഗളകർമ്മങ്ങൾ അവസാന നിമിഷം മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഗുരു, പിതാവ്, കുടുംബത്തിലെ പുതിയ തലമുറ എന്നിവരുടെ ആശയങ്ങളോട് പൊരുത്തപ്പെടാൻ വിഷമിക്കും. ആത്മീയ ചര്യകൾക്ക് മുടക്കം വരുവാനുള്ള സാധ്യതയുണ്ട്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനിഷ്ടവും ആദ്യം വ്യാധിയും കാര്യവിഘ്നവും സൃഷ്ടിക്കുന്ന അഷ്ടമശനി അവസാനിച്ചു. ശനി ഇനി 9ാം ഭാവത്തിൽ ആണ്. അഷ്ടമശനിയോളം കഠിനമായിരിക്കില്ല ശനി 9ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉള്ള ഫലങ്ങൾ. പ്രവർത്തന രംഗത്ത് ശോഭിക്കാൻ കൂടുതൽ വിയർപ്പൊഴിക്കേണ്ടി വരും. പിതാവിൻ്റെ സ്വത്ത് അനുഭവത്തിൽ വന്നെത്താൻ തടസ്സങ്ങളുണ്ടാകും. ഉപാസനകളും സാധനങ്ങളും പകുതിയിൽ അവസാനിപ്പിച്ചേക്കാൻ ഇടയുണ്ട്. ഔദ്യോഗികമായി നിലവിലുള്ള പദവിയിൽ തുടരപ്പെടുന്നതാണ്. കുടുംബകാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തും. വീട്ടുകാരുമായി പിണങ്ങിക്കഴിഞ്ഞവർക്ക് ഇണക്കത്തിലെത്താൻ സാഹചര്യം ലഭിക്കും. വിദ്യാർത്ഥികൾ ഉപരിപഠനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിക്കും. പാരമ്പര്യമായ തൊഴിലുകൾ മനസ്സോടെ തുടർന്നേക്കും. വ്യവഹാരങ്ങൾക്ക് അനുരഞ്ജനത്തിനുള്ള വഴികൾ തുറക്കപ്പെടും. ധനപരമായ ചില നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. തുടകൾക്ക് മുറിവോ ചതവോ വേദനയോ അനുഭവപ്പെടാം. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കണ്ടകശനി അവസാനിച്ച് അഷ്ടമശനി ആരംഭിച്ചു. വളരെ ഗൗരവത്തോടെ നോക്കി കാണേണ്ടതുണ്ട്. കാര്യവിഘ്നം, രോഗക്ലേശങ്ങൾ, ഉറ്റവരുടെ വിരഹമോ വിയോഗമോ അഷ്ടമശനി കാലത്ത് സംഭവിച്ചേക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ ഏറ്റവും കരുതൽ വേണം. സ്വാഭാവികമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ
അവസരം കുറഞ്ഞേക്കും. മുൻപ് സമൂഹമധ്യത്തിൽ ഉണ്ടായിരുന്ന സ്വാധീനം കുറയുന്നതായി തോന്നിയേക്കും. പൊതുപ്രവർത്തകർക്ക് ദുരാരോപണങ്ങളെ നേരിടേണ്ടി വരും. എളുപ്പത്തിൽ നേടിയിരുന്നവ ഇപ്പോൾ പ്രയത്നപൂർവ്വം നേടേണ്ടി വരും. ആയുസ്സിന് ദോഷം വരുന്ന കർമ്മങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കണം. സാഹസികത പാടില്ല. വിവാഹ തടസ്സങ്ങൾ നീങ്ങി വിവാഹാലോചനകൾ സജീവമാകും. തൊഴിൽ നവീകരണത്തിന് പ്രബലരുടെ പിന്തുണ വന്നുചേരും. സന്താനങ്ങൾക്ക് അന്യദേശത്ത് പഠനത്തിനുള്ള സാഹചര്യം ഉണ്ടാകും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കണ്ടകശനി കാലം അവസാനിച്ച് ശനി 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇനി അഷ്ടമശനിയുടെ കാലമാണ്. സ്വതസിദ്ധമായ കഴിവുകൾക്ക് മങ്ങലുണ്ടാകും. സമൂഹത്തിൻ്റെ പൊതുചിന്തകളെ ഉൾക്കൊള്ളാൻ കഴിയാതെ സ്ഥിതി വരും. തൻ്റെ ചിന്താധാരകളെ സമൂഹം അംഗീകരിക്കുന്നില്ല എന്ന് തോന്നും. ആരോഗ്യപരമായി കൂടുതൽ ജാഗ്രത വേണം. ജീവിതശൈലി രോഗങ്ങൾ ബാധിക്കാൻ ഇടയുണ്ട്. സാഹസങ്ങൾക്ക് അനുകൂല സമയമല്ല. സാമ്പത്തികമായി സൂക്ഷ്മതയും കൃത്യതയും പുലർത്തേണ്ടത് ആയിരിക്കും അഭികാമ്യം. കടബാധ്യതകൾ കടന്നുകൂടാതെ നോക്കണം. പുതു സംരംഭങ്ങൾ തുടങ്ങുന്നത് എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടാവണം. പ്രവാസ ജീവിതത്തിന് സാധ്യതയുള്ള കാലം കൂടിയാണ്. ഉദ്യോഗസ്ഥർക്ക് അർഹിക്കുന്ന പദവി ലഭിക്കണമെന്നില്ല. അകാരണമായ പേടി, മൃത്യുഭയം, ആകസ്മിക പരാജയം, ഉറ്റവരുടെ വേർപാടുകൾ, വാഹനാപകടം, കടക്കണി എന്നിവ ഒക്കെയും അഷ്ടമശനിയുടെ ഫലങ്ങളിൽ പെടുന്നതാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമശനികാലവും കന്നിക്കൂറുകാർക്ക് കണ്ടകശനികാലവും ആണ്. അതിനാൽ ജീവിതത്തിന് സ്വാഭാവിക താളത്തിൽ ക്രമം തെറ്റാം. ബന്ധങ്ങളിൽ വിള്ളൽ വരുന്നതാകാൻ ഇടയുണ്ട്. ബന്ധുവാരെ ശത്രുവാരെ എന്ന് തിരിച്ചറിയാൻ വിഷമിക്കും. തൊഴിൽ തേടുന്നവർക്ക് ജോലി ലഭിക്കും എങ്കിലും പൂർണ്ണ തൃപ്തിയുള്ള ജോലി ലഭിക്കണമെന്നില്ല. ഉദ്യോഗസ്ഥർക്ക് അകലങ്ങളിലേക്ക് സ്ഥലം മാറ്റവും വീട് വിട്ട് നിൽക്കേണ്ട സ്ഥിതിയും ഉണ്ടാകും. പ്രതിമാസമുള്ള ആദായത്തിന് കുറവ് വരുന്നതാണ്. വാഗ്ദാനങ്ങൾ നൽകിയവർ പലപ്പോഴും ഒഴിഞ്ഞുമാറിയേക്കും. മാനസിക സമ്മർദ്ദം അനുഭവപ്പെടും. പ്രണയത്തിൽ തടസ്സവും ദാമ്പത്യത്തിൽ അലോരസവും ഉദയം ചെയ്യും. കാര്യസാധ്യത്തിന് അല്പം അലച്ചിൽ ഉണ്ടാവുന്നതാണ്. കൂട്ടുകച്ചവടത്തിൽ അസ്വാരസ്യങ്ങൾ തലപൊക്കും. ക്ഷമയും സഹനവും ആധ്യാത്മിക ചര്യയും ശനിദോഷത്തെ പ്രതിരോധിക്കാൻ സഹായകമാകും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കണ്ടകശനിയുടെ കാലമാണ്. കൂട്ടുകച്ചവടത്തെ മരവിപ്പിക്കുകയോ ശിഥിലമാക്കുകയോ ചെയ്തേക്കാം. പ്രണയാനുഭവങ്ങൾക്ക് വിരാമം വന്നേക്കും. ദാമ്പത്യത്തിൽ അസംതൃപ്തി പുകയും. പരസ്പര വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയുണ്ട്. വിവാഹാലോചനകൾക്ക് തടസ്സങ്ങൾ നേരിടും. അന്യദേശയാത്രയ്ക്കും വിദേശയാത്രയ്ക്കും അവസരം തെളിയുന്നതാണ്. ജന്മരാശിയിലേക്ക് ശനി നോക്കുന്നതിനാൽ മനോവിഷമത്തിനും ശാരീരിക ക്ഷീണത്തിനും സാധ്യതയുണ്ട്. പലതും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാതെ വരും. കച്ചവട കാര്യങ്ങൾക്ക് വായ്പ ലഭിക്കും. ചൂതുകളിലോ ലോട്ടറിയിലോ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ദിവസവേതനക്കാർക്ക് കരാർ പുതുക്കി ലഭിക്കും. വീട് മാറുകയോ പുതിയ വീട് വാങ്ങുകയോ ചെയ്തേക്കാം. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിക്കൂറുകാർക്ക് കണ്ടകശനിയുടെ കാലമാണ്. കാര്യവിഘ്നം, പങ്കാളിത്ത ബിസിനസ്സിൽ തിരിച്ചടികൾ എന്നിവയുണ്ടാകാം. അന്യനാട്ടിലോ വിദേശത്തോ ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. വിദേശ തൊഴിലിനും സാധ്യതയുണ്ട്. വിലപിടിച്ച വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ കരുതൽ വേണം. വ്യർത്ഥ യാത്രകളും പാഴ്ചെലവുകളും ഉണ്ടായേക്കാം. തുലാം കൂറുകാർക്ക് ശനി അനുകൂലമായ 6-ാം ഭാവത്തിൽ ആണ്. ധാരാളം നേട്ടങ്ങൾ കരഗതമാകുന്ന കാലമാണ്. നഷ്ടപ്പെട്ട ചിലതൊക്കെ തിരികെ കിട്ടാനിടയുണ്ട്. ഉദ്യോഗത്തിൽ വ്യക്തമായ ഉയർച്ച കൈവരുന്നതാണ്. വിദ്യാഭ്യാസം ഉയരത്തിലെത്തും. ധനസ്ഥിതി പുഷ്ടിപ്പെടുന്നതാണ്. ഗാർഹിക ജീവിതത്തിൽ മനഃശാന്തി അനുഭവപ്പെടും. പരാശ്രയം കൂടാതെ സ്വന്തം കാലിൽ നിൽക്കാനാകും. ഊഹക്കച്ചവടത്തിലും ഓഹരി വിപണിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി 6-ാം ഭാവത്തിലാണ്.
ശനി നന്മ ചൊരിയുന്ന ഭാവമാണ് 6-ാം ഭാവം. ന്യായമായ പ്രതീക്ഷകൾ മിക്കതും പൂവണിയും. സ്ഥിരം തൊഴിൽ, സ്ഥിരതാമസം എന്ന സ്വപ്നം സഫലമാകും. വ്യാപാരം തുടങ്ങാൻ ആവശ്യമായ സാമ്പത്തിക സഹായം കരഗതമാകുന്നതാണ്. നിലവിൽ ബിസിനസ് ചെയ്യുന്നവർക്കും അഭ്യുദയം ഉണ്ടാകും. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വസ്തു തർക്കങ്ങൾക്ക് രമ്യമായ പോംവഴി തെളിയുന്നതാണ്. ധനക്ലേശത്താൽ തടസ്സപ്പെട്ട വീടുപണി പൂർത്തിയാകും. ആഗ്രഹിച്ച വാഹനം വാങ്ങുവാനാകും. ഭാവി ജീവിതത്തിന് പ്രയോജനകരമാകുന്ന നിക്ഷേപങ്ങൾ നടത്താൻ സാധിച്ചേക്കും. ജീവിതത്തിൽ സന്തോഷവും ആത്മവിശ്വാസവും വർദ്ധിക്കും. ചിട്ടിയിലും ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാൻ ശനിമാറ്റം സാഹചര്യം സൃഷ്ടിക്കുന്നതാണ്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്, തുലാക്കൂറുകാർക്ക് ശനി 6-ാം ഭാവത്തിലാണ്. പലതരം ഗുണഫലങ്ങൾക്കും കാരണമാകും. സമൂഹത്തിൽ കൂടുതൽ പരിഗണന ലഭിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്ര ചുമതലയുള്ള തസ്തികകളിലേക്ക് മാറ്റം ലഭിക്കും. വേതന വർധനവ് പ്രതീക്ഷിച്ച പോലെ കൈവരും. കടബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കും. ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്ന വിഷമമുള്ളവർക്ക് ക്രമേണ നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നതാണ്. പഠനത്തിൽ മികവും മികച്ച വിജയവും കൈവരിക്കുവാൻ കഴിയും. ആരോഗ്യപരമായും ആശ്വസിക്കാവുന്ന കാലമാണ്. വൃശ്ചികക്കൂറുകാർക്ക് ശനി 5-ാം ഭാവത്തിൽ ആണ്. കണ്ടകശനി അവസാനിച്ചത് ആശ്വാസകരമാണ്. തൊഴിൽ രംഗത്ത് സമ്മർദ്ദം കുറയാം. സന്താനങ്ങളുടെ പഠനം, തൊഴിൽ മുതലായവയിൽ തടസ്സങ്ങളോ കാലവിളംബമോ വന്നേക്കാം. സന്താനങ്ങളുടെ ദുശ്ശാഠ്യം അല്പം വിഷമിപ്പിച്ചേക്കും. വീട് പണി പൂർത്തിയാക്കുന്നതാണ്. കടബാധ്യത തീർക്കാൻ ചില അവസരങ്ങൾ ലഭിക്കും. കുടുംബാംഗങ്ങളുടെ പിന്തുണ പല കാര്യത്തിലും ഭാഗികമായിരിക്കും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി 5-ാം ഭാവത്തിലേക്ക് വന്നതോടെ കണ്ടകശനി അവസാനിച്ചു. ശുഭകരമായ മാറ്റം കണ്ടേക്കും. ശനി നക്ഷത്രാധിപനും 4-ാം ഭാവാധിപനും ആയതിനാൽ കടുത്ത ദോഷങ്ങൾക്ക് സാധ്യത കുറവാണ്. എന്തു ചെയ്താലും കുറ്റം കണ്ടെത്തുന്നവർ മൗനം ഭജിക്കും. ധനവരവിലെ തടസ്സങ്ങൾ അകലുന്നതാണ്. പുതിയ ജീവിതമാർഗങ്ങൾ നേടുന്നതിൽ വിജയിക്കും. വീട്ടിലും പുറത്തുമുള്ള മുതിർന്നവരുടെ മതിയായ പിന്തുണ എപ്പോഴും ലഭിച്ചേക്കും. ഉപരിപഠനത്തിനോ ഉപജീവനത്തിനോ ദൂരദേശങ്ങളെ ആശ്രയിക്കേണ്ടതായി വന്നേക്കാം. സംരംഭങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ടു പോകുന്നതിൽ ചില ക്ലേശങ്ങൾ ഉണ്ടായേക്കും. ആത്മാർത്ഥമായ പരിശ്രമം ഫലവത്താകാൻ ചില തടസ്സങ്ങൾ നേരിടും. വീട് പണി പൂർത്തിയാകുന്നതാണ്. പുതിയ വാഹനം വാങ്ങുവാൻ കഴിയും. ഉപാസനകളുടെ ചിട്ട തെറ്റാനും സാധ്യതയുണ്ട്. ഊഹക്കച്ചവടത്തിലും ചൂതുകളിയിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 4-ാമിടമായി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി മാറിയതിനാൽ കണ്ടകശനിയുടെ ക്ലേശങ്ങൾക്ക് വിരാമം ആയി. കർമ്മരംഗത്ത് ആലസ്യം അകലുന്നതാണ്. മുൻഗണന നിശ്ചയിച്ച് കർമ്മനിരതരാകുവാൻ കഴിയും. ബന്ധുക്കളുടെ പിന്തുണ കൈവരുന്നതാണ്. മനസ്സിനെ വ്രണപ്പെടുത്തിയ പ്രശ്നങ്ങൾ വിട പറയുന്നതാണ്. 5-ാം ഭാവത്തിലാണ് 2.5 വർഷക്കാലം ഇനി ശനിയുടെ സഞ്ചാരം. ചിട്ടി, ഇൻഷുറൻസ്, ലോട്ടറി, നറുക്കെടുപ്പ് ഇവയിൽ നിന്നും ആദായം വരും. പാരമ്പര്യ സ്വത്തുക്കൾ നന്നായി സംരക്ഷിക്കും. സർഗശക്തി പ്രകടമാക്കുവാനുള്ള ധാരാളം അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. വ്യത്യസ്തമായ കഴിവുകൾക്ക് അംഗീകാരമുണ്ടാകും. കുടുംബത്തിലെ പുതുതലമുറയുമായി ആശയപരമായ അനൈക്യം ഉടലെടുക്കും. ചെറു കാര്യങ്ങളിൽ ശാഠ്യം പിടിക്കുന്നതാണ്. വലിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യും. ആദർശവും പ്രായോഗികതയും സമന്വയിപ്പിക്കുന്നതിൽ വിജയം നേടും. കലാകാരന്മാർക്ക് അവസരങ്ങൾ ലഭിക്കും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി 4-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 4-ാം ഭാവത്തിലെ ശനി കണ്ടകശനിയാണ്. സുഖസ്ഥാനമാണ് 4-ാമിടം. ദേഹം, മനസ്സ് ഇവയെ സംബന്ധിക്കുന്ന സുഖാനുഭവങ്ങൾക്ക് കുറവുണ്ടാകും. വീട് വയ്ക്കുന്നവർ ധനപരമായി അല്പം ക്ലേശിക്കേണ്ടി വന്നാലും കാര്യം സാധ്യമാകുന്നതാണ്. ബന്ധുക്കളുടെ ഇടപെടലുകൾ അനിഷ്ടമായി തോന്നിയേക്കും. തൊഴിൽ രംഗത്ത് മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കും എങ്കിലും പ്രാവർത്തികമാക്കുക എളുപ്പമല്ല എന്ന് തിരിച്ചറിയും. പഴയ വാഹനം
മാറി വാങ്ങുവാനുള്ള ശ്രമം നീണ്ടേക്കും. ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്താൻ വിഷമിക്കുന്നതാണ്. വരുമാനത്തിൽ സ്ഥിരത ഉണ്ടായേക്കില്ല. വസ്തു സംബന്ധിച്ച ക്രയവിക്രയങ്ങളിൽ നഷ്ടം സംഭവിക്കാം. ശാരീരിക പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. വാഹനങ്ങൾക്കും വീടിനും അറ്റകുറ്റപ്പണി വേണ്ടി വന്നേക്കും. തടസ്സങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിച്ചാൽ വിജയം ഉറപ്പാക്കുവാൻ സാധിക്കും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കണ്ടകശനിയുടെ കാലമാണ്. സുഗമമായത് പലതും ദുർലഭം ആയേക്കും. നിലപാടുകളിലും വാക്കുകളിലും ഉറച്ചു നിൽക്കാൻ ക്ലേശിക്കും. ഉദ്യോഗസ്ഥർക്ക് ദൂരദിക്കിലേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകും. സുഹൃത്ത് ബന്ധങ്ങളിൽ വിള്ളൽ വീഴും. ശരീരസുഖം ഓരോ ദിവസവും ഓരോ വിധത്തിൽ ആയിരിക്കും. പ്രയത്നം കൂടുന്നതനുസരിച്ച് പ്രതിഫലം ലഭിച്ചേക്കില്ല. ജന്മദേശത്തെ വീടോ വസ്തുവോ വിൽക്കാൻ ഇടയുണ്ട്. നിക്ഷേപങ്ങൾ സുരക്ഷിതമാക്കണം. പൊതുപ്രവർത്തകർക്ക് പഴയ പിന്തുണ ലഭിച്ചേക്കില്ല. കരാർ പണികളിൽ കൈനഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. ഉപരിപഠനത്തിന് വിദേശത്ത് അവസരം ലഭിക്കും. ബിസിനസ് രംഗത്ത് ശരാശരി പുരോഗതി ദൃശ്യമാകും. നിലവിലെ തൊഴിൽ ഉപേക്ഷിക്കുന്നത് ഗുണം ചെയ്യില്ല. അർഹതയ്ക്കും ആഗ്രഹത്തിനും അനുസരിച്ച് പുതിയത് കിട്ടുക എളുപ്പമായേക്കില്ല. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുക്കൂറുകാർക്ക് കണ്ടകശനിയാണ്. ജോലിയിൽ മാറ്റം, സ്ഥലം മാറ്റം, ഗ്രഹമാറ്റം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിർവഹിക്കേണ്ടി വരും. സ്വന്തം ആശയങ്ങൾക്കും ആവിഷ്കാരങ്ങൾക്കും ജനപ്രീതി കുറയുന്നതാണ്. സൈബർ തട്ടിപ്പുകൾ, ഭൂമി ഇടപാടിൽ നഷ്ടം എന്നിവ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാവിന് ക്ലേശാനുഭവങ്ങൾ ഭവിക്കാവുന്നതാണ്. മകരക്കൂറുകാർക്ക് ശനി 3-ാം ഭാവത്തിൽ ആയതിനാൽ ഗുണം കൂടുന്നതാണ്. വ്യാപാരത്തിൽ പുരോഗതി ദൃശ്യമാകും. സ്വന്തം തെറ്റുകൾ തിരുത്തുവാൻ കഴിയുന്നതാണ്. എതിർപ്പുകളെപ്പോലും അനുകൂലമാക്കി മാറ്റുവാൻ കഴിഞ്ഞേക്കും. മാനസികമായ പിരിമുറുക്കമില്ലാതെ കർമ്മരംഗത്ത് മുഴുകുവാൻ കഴിയും. ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾക്ക് പണം നിക്ഷേപിക്കും. കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ഭവിക്കും. ചിട്ടിയിലും ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏഴരശനിയുടെ ദോഷം അവസാനിച്ചു. കൂട്ടിൽ നിന്നും തുറന്നുവിട്ട പക്ഷിയുടെ സ്വാതന്ത്ര്യമാണ് അനുഭവിക്കാൻ പോകുന്നത്. 3-ാം ഭാവത്തിലെ ശനി ഏറ്റവും അനുകൂലമാണ്. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും. നിലവിലെ ജോലിയിൽ സ്ഥലം മാറ്റവും വേതനവർദ്ധനവും ഉണ്ടാകും. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് അയവുണ്ടാകും. സമ്പാദ്യശീലം ഉയരുന്നതാണ്. സംരംഭങ്ങൾ തുടങ്ങാനും അവയിൽ വിജയിക്കുവാനും സാധിച്ചേക്കും. ജീവിത നിലവാരത്തിൽ ഉയർച്ചയുണ്ടാകും. സുഖഭോഗങ്ങൾ ആസ്വദിക്കുവാനും ആരോഗ്യ പ്രശ്നങ്ങളെ വ്യായാമം, ഔഷധം എന്നിവയിലൂടെ നിയന്ത്രിക്കുവാനും കഴിയുന്നതാണ്. സമൂഹത്തിൻ്റെ ആദരം ലഭിക്കുന്നതായിരിക്കും. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടങ്ങൾ വന്നുചേരും. മംഗളാനുഭവങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങളുടെ സഹകരണം ലഭിക്കും. അയൽ വഴക്കുകൾക്ക് പരിഹാരമാകും. കുടുംബാംഗങ്ങളോടൊപ്പം വിദേശയാത്ര സാധ്യമാകും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരക്കൂറുകാർക്ക് ശനി 3-ാം ഭാവത്തിൽ ആയതിനാൽ ഏറെ ഗുണകരമാണ്. ലക്ഷ്യത്തിലെത്താൻ കുറഞ്ഞ ദൂരം സഞ്ചരിച്ചാൽ മതിയെന്ന നില വരും. കുടുംബസൗഖ്യം ഭവിക്കും. സാമ്പത്തികമായി സ്ഥിരതയുണ്ടാകും. രോഗദുരിതങ്ങൾക്ക് വലിയ തോതിൽ ആശ്വാസം ലഭിക്കുന്നതാണ്. പഠനം പൂർത്തിയാക്കുവാനും അർഹമായ ഉദ്യോഗം ലഭിക്കുവാനും സാഹചര്യം ഒരുങ്ങുന്നതാണ്. കടബാധ്യതകൾ പരിഹരിച്ചേക്കും. ചിട്ടിയിലും ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. കുംഭക്കൂറുകാർക്ക് ശനി 2-ാം ഭാവത്തിൽ ആണ്. ഏഴരശനിയുടെ 5 വർഷം കഴിഞ്ഞു. ഇനി 2.5 വർഷം ബാക്കിയാണ്. എങ്കിലും ജന്മരാശിയിൽ നിന്നും ശനി മാറിയത് ഏറെ ഗുണകരമാണ്. സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിഷമിക്കുന്നതാണ്. ചില ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. നടക്കാതിരുന്ന പല കാര്യങ്ങളും നടക്കും. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. പുതിയ വീട് പണിയുകയോ വാങ്ങുകയോ ചെയ്യും. ഉത്തരവാദിത്വങ്ങൾ പങ്കിടാൻ മറ്റു ചിലർ മുന്നോട്ട് വരും.
ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏഴര ശനിയിലെ ജന്മശനി മാറിയത് അല്പം ആശ്വാസകരമാണ്. ശനി 2ാം ഭാവത്തിലാണ്. വാക്കും വിദ്യാഭ്യാസവും കുടുംബജീവിതവും ധനസ്ഥിതിയും 2ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇപ്പറഞ്ഞവയ്ക്ക് തിളക്കം കുറയാൻ ഇടയുണ്ട്. ഓരോ വാക്കും ശരിക്കും ആലോചിച്ച് വേണം പറയാൻ. എന്തു കേൾക്കണം എന്തു കേൾക്കണ്ട എന്നതും പ്രധാനമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധ കുറയും. ധനം കരുതലോടെ കൈകാര്യം ചെയ്യണം. വലുതായാലും ചെറുതായാലും വരവത്രയും ചെലവായി പോകുന്ന കാലമാണ്. സമ്പാദ്യശീലം വളർത്തുന്നത് ഗുണം ചെയ്യും. കുടുംബജീവിതത്തിൽ അലോരസങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. അനാവശ്യ തിടുക്കം ദോഷത്തിനിടവരുത്തും. സമചിത്തതയോടെ അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സന്നദ്ധതയുണ്ടാകണം. സാഹസകർമ്മങ്ങൾ ഒഴിവാക്കുകയാകും ഉചിതം. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭക്കൂറുകാർക്ക് ഏഴര ശനി അവസാന 2.5 വർഷത്തിലേക്ക് കടന്നു. സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. കടബാധ്യത പരിഹരിക്കാനായി കൂടുതൽ കടം വാങ്ങുന്ന പ്രവണത ഉണ്ടായേക്കും. വാക്കുകളിൽ നേരും നെറിയും കുറയും. അറിഞ്ഞോ അറിയാതെയോ കള്ളം പറഞ്ഞും പ്രവർത്തിച്ചും ശത്രുക്കളെ സൃഷ്ടിക്കുന്നതാണ്. അപകർഷതാബോധം മുന്നിട്ട് നിൽക്കും. രോഗികൾ സ്വയം ചികിത്സ നടത്തുന്നത് ദോഷമായി തീർന്നേക്കാം. മീനക്കൂറുകാർക്ക് ഏഴര ശനി ജന്മരാശിയിലേക്ക് പകർന്നു. നിർബന്ധശീലവും അനാവശ്യമായ ഈഗോയും കുടുംബ ഭദ്രതയെ തളർത്താൻ ഇടയുണ്ട്. കർമ്മരംഗത്ത് ബുദ്ധിയും കൗശലവും പ്രകടിപ്പിക്കും. ദുശീലന്മാരുമായി കൂട്ടുണ്ടാകും. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾക്കും ശ്രദ്ധയുണ്ടാവണം. പുതുതലമുറയുടെ കാര്യങ്ങളിൽ മുതിർന്നവർ ജാഗ്രത കാട്ടുന്നത് ഉചിതമായിരിക്കും. ഉപാസനകൾ, മിതവ്യയം, മൗനശീലം, ആരോഗ്യകാര്യത്തിൽ ജാഗ്രത ഇവയൊക്കെ ഗുണം ചെയ്യും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി ജന്മരാശിയിൽ ആയതിനാൽ ഏഴര ശനിയുടെ നടുഭാഗമായ ജന്മശനിയുടെ കാലമാണ്. ജീവിതത്തിലെ പരീക്ഷണ നിർഭരമായ കാലമായിരിക്കും. വിശ്വാസവഞ്ചനയ്ക്ക് വിധേയരാകാൻ ഇടയുണ്ട്. സാമ്പത്തികമായി കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അക്കാര്യത്തിൽ കരുതലുണ്ടാകണം. ചെറിയ കാര്യങ്ങൾ പോലും ചിലപ്പോൾ വിഷമത്തിലേക്ക് നയിക്കും. വേണ്ടപ്പെട്ടവർ മാനസിക ശക്തി പകരാൻ തയ്യാറാകണം. അധ്വാനം കൂടിയാലും പ്രതിഫലം അർഹിച്ചത്ര ലഭിച്ചേക്കില്ല. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സമാധാനക്കേടുണ്ടാവാൻ ഇടയുണ്ട്. അസൗകര്യങ്ങളോ അധിക ചുമതലകളോ നിർവഹിക്കേണ്ടതായി വന്നേക്കാം. ബിസിനസ് രംഗത്ത് ധനപരമായ കാര്യങ്ങളിൽ ജാഗ്രത കൈക്കൊള്ളണം. വാഹന ഉപയോഗത്തിൽ കരുതൽ വേണം. മന്ദനും മടിയനുമാകാതെ ശ്രദ്ധയോടെ മത്സരബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്താൽ ഫലം ഉറപ്പിക്കുവാൻ കഴിയും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിൽ ശനി പ്രവേശിച്ചതോടെ ഏഴര ശനിയിലെ ജന്മശനിയുടെ കാലമാണ്. തൊഴിലിൽ ഇടയ്ക്കിടെ തടസ്സങ്ങൾ നേരിടാം. അർഹമായ അവകാശത്തിനു വേണ്ടി പ്രതിഷേധിക്കേണ്ടതായി വന്നേക്കാം. സമയോചിതമായി പ്രവർത്തിക്കുവാൻ കഴിയാതെ വരുന്നതാണ്. ഒരു ആലസ്യം അനുഭവപ്പെടും. വിദ്യാർത്ഥികളെയും ആലസ്യം ബാധിച്ചേക്കാം. സംഘടനാ രംഗത്ത് ഒറ്റപ്പെടാൻ ഇടയുണ്ട്. അവഹേളനത്തിന് പാത്രമാകും. സുലഭമായവ ദുർലഭമായി അനുഭവപ്പെടും. കൃത്യമായ ആരോഗ്യ പരിശോധന അനിവാര്യമാണ്. സാമ്പത്തിക അച്ചടക്കമില്ലെങ്കിൽ കടക്കണിയിൽ അകപ്പെട്ടേക്കാം. ഉപാസന, ധ്യാനം, ആധ്യാത്മികചര്യ എന്നിവയിലൂടെ ശനിദോഷത്തെ ചെറുക്കാവുന്നതാണ്. ദുശീലന്മാരുമായുള്ള കൂട്ടുകെട്ട് ദോഷമുണ്ടാകും. അപകർഷതാബോധം മുന്നിട്ട് നിൽക്കും. കേസുകൾക്കോ കോടതി വ്യവഹാരത്തിനോ സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ചെറിയ വരുമാനമെങ്കിലും തുറന്നു കിട്ടാതിരിക്കില്ല. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.